Good evening. Just we go to Unit 6, the last chapter of Module 2 of data analysis using spreadsheet. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ എക്സ്പെഷ്യലി എക്സലിൽ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഗ്രാഫ്സ് തന്നെയാണ്, ചാർട്ടുകൾ തന്നെയാണ് വിഷ്വലൈസേഷന് വേണ്ടി എടുക്കുന്നത്. പിന്നെ അതിന്റെ മിനിയേച്ചർ വെർഷനായ ഡാറ്റ ബാർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഇനി തുടർന്ന് മൊഡ്യൂൾ 3യിലും നിങ്ങൾ ഇതിന്റെ വിഷ്വലൈസേഷൻ എടുക്കും, പൈവറ്റ് ചാർട്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു ടേബിൾ തന്നെ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ. കാരണം നമ്മൾ നിരത്തി എഴുതുന്നതിനേക്കാൾ നല്ലതാണ് നല്ലൊരു ഹെഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടേബിൾ ഫോർമാറ്റിൽ വെക്കുന്നത്. അപ്പൊ അതിനെ ഒന്നും കൂടെ ചാർട്ട് രൂപത്തിൽ കാണുമ്പോൾ ഒന്നും കൂടെ ഓക്കെ. അപ്പൊ ഓരോ കോളത്തെയും അല്ലെങ്കിൽ റോയിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്മാൾ എന്താണ് ഒരു സെൽ ഗ്രാഫ് ഉണ്ടെങ്കിൽ അതും എല്ലാം എന്താണ്, അതേപോലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴിയുള്ള ഹൈലൈറ്റിങ്, ഇതൊക്കെ ഡാറ്റ വിഷ്വലൈസേഷൻ തന്നെയാണ് എന്ത് പോസിബിൾ ആക്കുന്നത്. സോ നമ്മളുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നതിന് ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ക്ലീനിങ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെ ഡാറ്റയെ ക്ലീൻ ചെയ്യാം, ഹൈഡ് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റുകളെ, ബ്ലാങ്ക് സ്പേസുകളെയൊക്കെ എങ്ങനെ കാണാം, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ചാർട്ടിലൂടെ, ഡാറ്റ ചാർട്ടിലൂടെ, അതേപോലെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലൂടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് ആക്ച്വലി യൂണിറ്റ് 6 വരുന്നത്. Data visualization in Excel help to interpret data quickly by presenting it in charts, graphs and other graphical formats. ഏത് ഗ്രാഫിക്കൽ ഫോർമാറ്റ് വെച്ചിട്ടും നമ്മൾ ഒരു ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്വിക്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ അത് തന്നെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഐഡന്റിഫൈങ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്, മേക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ഈസിയർ. അതായത് ഡാറ്റയെ വിലയിരുത്തൽ പെട്ടെന്നാവും. ഒരു പാറ്റേൺ, ട്രെൻഡ് ഇപ്പൊ എന്താണ്, ഗ്രോത്ത് ആണോ ലോസ് ആണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ പിന്നെന്താണ്, ഓരോ വാല്യൂസ് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പിക്ചർ ഒറ്റയടിക്ക് കുത്തനെ സ്ട്രൈറ്റ് ലൈൻ മുകളിലോട്ടാണെങ്കിൽ കുതിച്ചുയരുക തന്നെയാണ്, ഡൗൺവേർഡ് ആണെങ്കിൽ അത് ഒരു ലോസ് ആണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ക്ലിയർ ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലും ഡാറ്റ വിഷ്വലൈസേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റിനെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഡാറ്റ വിഷ്വലൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ അവരെ എങ്ങനെയാണ് ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൈപ്പിന്റെ അണ്ടറിൽ എഴുതേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ, നമ്മൾ ചാർട്ട് ടൈപ്പിൽ പഠിച്ച കോളം ചാർട്ടും ബാർ ചാർട്ടും. ഓക്കെ, അപ്പൊ ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കാറ്റഗറി കമ്പാരിസൺ. രണ്ട് കാറ്റഗറികളെ എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളതാണ് എന്ന് കാണിക്കുന്ന ചാർട്ടാണ് ബാർ ചാർട്ട് അല്ലെങ്കിൽ കോളം ചാർട്ട്. ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചാണ് അവരുടെ പേരിൽ മാറ്റം വരുന്നത്. അപ്പൊ ബെസ്റ്റ് ഫോർ എന്തിനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു, ഈസ് യൂസ്ഡ്, ആ യൂസേജ് ആണ് യഥാർത്ഥത്തിൽ ഡാറ്റ വിഷ്വലൈസേഷന്റെ അണ്ടറിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ വേണമെന്നില്ല. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷൻ ടൈപ്പില് ഫസ്റ്റ് വണ്ണാണ് കാറ്റഗറി കമ്പാരിസണത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോളം ആൻഡ് ബാർ ചാർട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിള്, അതിന്റെ ഒരു പിക്ചർ ഇവിടെയും വെക്കാം. പിക്ചർ ഇവിടെ വെച്ചിട്ടില്ല, ഓൾറെഡി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ജനറൽ ആയിട്ട് പഠിച്ചു, പിന്നെ ഓരോ ചാർട്ടിനും പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് ലൈൻ ചാർട്ട്. ഒരു ട്രെൻഡ് ഓവർ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നു. ആ കാര്യം പറയാ, ഒരു എക്സാമ്പിള്.
ഇതൊക്കെ ഒരു സ്ഥലത്ത് പഠിച്ചത് ടൈപ്പ് ഓഫ് ചാർട്ടിലും എഴുതാം, വിഷ്വലൈസേഷൻ ടൈപ്പിലും എഴുതാം. പൈ ചാർട്ട് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷനെ ഷോ ചെയ്യാനാണ്. അതേപോലെ സ്കാറ്റർ പ്ലോട്ട് യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാനാണ്. ലൈൻ ചാർട്ട് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ സ്ട്രൈറ്റ് ലൈനിനോട് യോജിപ്പിക്കില്ല, ഓൺലി പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് വേരിയബിൾസ് ഏതൊക്കെ രീതിയിൽ സ്കാറ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. ഹിസ്റ്റോഗ്രാം ഓരോ വാല്യൂ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ 18നും 20നും ഇടയിൽ ഒരുപാട് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ അത് ഭയങ്കര എന്താണ് ഹൈറ്റിൽ കാണിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇവിടെ പേജ് ആണ് എടുത്തത്, വേറെ പല വാല്യൂസും വരാം. ഇനി എന്താണ് ഹീറ്റ് മാപ്സ്? മാപ്പ് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ഒരു ചാർട്ട് അല്ല. ഹീറ്റ് മാപ്സ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ നമ്മളുടെ കളർ സ്കെയിൽസ് ആണ്. നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂസിന് ഒരു പ്രത്യേക ഹൈ ലോ വാല്യൂസ് കൊടുക്കുമല്ലോ. ഇപ്പോ എന്താണ് ഗ്രീൻ ഹൈ, ഗ്രീൻ യെല്ലോ, റെഡ്, ഈ ഒരു കോംബോയില് റേഞ്ച് ഓഫ് വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളർ സ്കെയിൽസ് വെച്ചിട്ട് ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റിങ്ങിനെയാണ് നമ്മൾ ഹീറ്റ് മാപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ പഠിച്ചതാണ്, പക്ഷെ പേര് പുതിയതാന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഡാറ്റ ബാർസ് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഒരു സെല്ലിന്റെ അകത്ത് വിഷ്വലി ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ചാർട്ടിനെയാണ് നമ്മൾ ഡാറ്റ ബാർസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു കാറ്റഗറിയാണ്. അപ്പം പലതരം കാറ്റഗറീസ് ആണ്. ഏതൊക്കെയാണ്? കോളം ബാർ ചാർട്ട്, ഡയറക്ഷൻ വ്യത്യാസമുള്ളൂ, പക്ഷെ അതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ. പിന്നെ ലൈന്, പൈ, സ്കാറ്റർ, ഹിസ്റ്റോഗ്രാം, ഹീറ്റ് മാപ്സ് ഓർ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിത്ത് റേഞ്ച് കേട്ടോ. പിന്നെ എന്താണ് ഡാറ്റ ബാർസ്. ഇതോടുകൂടി നമ്മളുടെ 2 മൊഡ്യൂൾസും അവസാനിച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും കസ്റ്റമൈസേഷൻ വന്നിരിക്കുകയാണ്. ഇത് ഓരോന്നും നമ്മൾ ചാർട്ടിന്റെ കസ്റ്റമൈസേഷനിൽ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ചാർട്ടിന് നമുക്ക് വേണ്ട ഒരു ടൈറ്റിൽ കൊടുക്കുക, എങ്ങനെ എഡിറ്റ് ചെയ്യും, കളർ എങ്ങനെ ചെയ്യും, അങ്ങനെ എവിടേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണം, അതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ പറയുമ്പോൾ അതിന്റെ യൂസേജ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഡെഫിനിഷൻ അല്ല മെയിൻലി ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. സോ നന്നായിട്ട് പഠിക്കുക. 2 മൊഡ്യൂൾസ് വിത്ത് 7 പ്രോഗ്രാംസ്. ഓക്കെ, പ്രാക്ടിക്കലില് 7 പ്രോഗ്രാംസ് ആണ് എൻ്റെ ഭാഗത്തുനിന്ന്. 3 പ്രോഗ്രാംസും നെക്സ്റ്റ് 2 മൊഡ്യൂൾസ് ശ്രുതി മിസ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. അപ്പൊ നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിക്കുക. ഓക്കെ.